മതി കഴിഞ്ഞില്ലയോ? ഇനി അവസാനം എനിക്ക് വീട്ടിൽ കയറാൻ ഒക്കത്തില്ല കേട്ടോ. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും സയന്റിഫിക് ഓതന്റിസിറ്റി ഉണ്ടോ? ഇയാൾ എൻ്റെ കൂടെ കുറേ ദിവസം കൊണ്ട് നടക്കുന്നില്ലേ, അപ്പൊ ഇയാൾക്കത് ബോധ്യപ്പെട്ടില്ലെങ്കിലേ ഒരു വീഡിയോ ഇട്ട 1 മണിക്കൂർ 10,000 പേര് കാണുന്നുണ്ട്. അപ്പൊ ഇവർക്ക് ആർക്കും ബോധ്യപ്പെടത്തില്ലെന്നല്ലേ ഇയാൾ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല, എനിക്ക് അങ്ങനെ തോന്നി, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇയാൾ വണ്ടി കയറി, ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇനി ഞാൻ പറയുന്നത് വരെ ഈ ഫോൺ ഓഫ് ചെയ്യരുത്. ഈ ഫോൺ ഓഫ് ചെയ്യരുത്. ഞാനൊന്ന് എണ്ണാൻ പോവാണേ. 1 2 3. ഒരു ചായക്കട കാണുമ്പോൾ എന്നോടൊന്ന് പറയൂ. ഏതെങ്കിലും ഒരു ചായക്കട കാണുമ്പോൾ എന്നോടൊന്ന് പറയണേ. സയൻസിന്റെ കഥ ഒരു ചായയോടുകൂടി നമുക്ക് പോവാം. റെഡി? ഞാനൊന്ന് എണ്ണുവാണേ. 1 2 3 4 6. ഈ ചായക്കട അത് പോട്ടെ, നവനടുത്ത് ആണ്ട അവിടെ ഒരു ചായക്കട. 1 2 3 4 മതി. നമുക്ക് ഇവിടെ തന്നെ കയറാം. മനസ്സിലായി ഈ കാര്യത്തിൽ എന്ത് മനസ്സിലായി? ആ വളവ് തിരിഞ്ഞപ്പോഴേ ഏകദേശം ഒരു 3-3.5 സെക്കൻഡ് നമ്മൾ എടുത്തായിരുന്നു. അപ്പോൾ എന്താ ആദ്യം നമ്മൾ കണ്ടേ? ഒരു കട കണ്ടു. എന്നിട്ട് നമ്മളവിടെ നിർത്തിയോ ഒരു ചായ കുടിക്കണമെന്ന് പറഞ്ഞായിരുന്നു. കുറേ വണ്ടി വന്നുകൊണ്ട് മാത്രമൊന്നുമല്ല, കുറേ വണ്ടി വന്നിട്ടേ അവിടെ നമ്മളെ നിർത്തത്തില്ല. അതെന്തുകൊണ്ടാണ് എന്നുള്ളത് ഇതിനകത്തിരിക്കുക കാര്യം. അതെന്തുവന്ന് ഇത് കണ്ടിട്ട് പറ. ഇവ ഇങ്ങോട്ട് കയറണ്ടേന്നേ ആദ്യം. അതിനെന്താ ചെയ്യണ്ടേ? അവന് ഇൻറ്റിമേഷൻ കിട്ടണം ബിഫോർ 6 സെക്കൻഡ്സ്. ആ 6 സെക്കൻഡിൽ ആണ് നിങ്ങളുടെ ബിസിനസ് ഇരിക്കുന്നത്. ആ 6 സെക്കൻഡുകൾ നിങ്ങൾക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ യു ആർ എ സക്സസ്. ഹലോ, നമ്മളെ എപ്പോഴും സംസാരിക്കുന്നത് ടെക്നോളജി എങ്ങനെ കുറെ കൂടെ വലുതാക്കാം, പിന്നെ നമുക്ക് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ്, പിന്നെ പുതിയ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിക്കുന്നത്. പക്ഷെ ഞാൻ ഈ അടുത്തിടെയായിട്ട് ശ്രദ്ധിച്ച കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുമായി ബന്ധപ്പെട്ട കുറേ ആൾക്കാർ ചെറിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഈ ഹൈവേയുടെ സൈഡിൽ, റോഡ് സൈഡിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ചില ആൾക്കാർ ഇൻവെസ്റ്റ്മെൻറ്റ് വളരെ ലെസ്സായിട്ടാണ് അവർ ചെയ്യുന്നത്. ഇതിൽ ചില ആൾക്കാർ ഒരു വലിയ ഭൂമിയിലോട്ടാണ് വരുന്നത്. വലിയ ഭൂമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഒരു ഭൂമിയിലേക്കാണ് വരുന്നത്. അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ. എന്നാൽ ചില ആൾക്കാരുടെ കാര്യത്തിൽ ഇത് നേരെ റിവേഴ്സൊക്കെ നടക്കുന്നത്. വലിയ ഫണ്ടൊക്കെ മുടക്കിയിട്ടുണ്ട്. ഒരു ഹോട്ടൽ തുടങ്ങുക, ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഒരു ഹോട്ടൽ തുടങ്ങുന്നത്, ഒരു ഹോട്ടൽ തുടങ്ങുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇത് 2 ആൾക്കാരും ചെയ്തിരിക്കുന്ന മൂല്യവർദ്ധിത സേവനങ്ങൾ, ഇവർ കൊടുക്കുന്ന മൂല്യത്തിന് അവർ മുടക്കുന്ന പൈസയുടെ, നിങ്ങൾ കൊടുക്കുന്ന പൈസയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ള മൂല്യം അവർ തരുന്നുണ്ട്. പക്ഷേ എന്നിട്ട് എന്തുകൊണ്ടാണ് ഇത് അത്രയും ഫ്ലോപ്പായി പോകുന്നത് എന്നുള്ളത് നിങ്ങൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ പ്രശ്നമല്ല, പ്രശ്നം ബ്രെയിനിൻ്റെയാണ്. ആരുടെ ബ്രെയിൻ്റെ? നിങ്ങളുടെ മുന്നിൽ ഓർഡർ ചെയ്യുന്നതിൻ്റെ ബ്രെയിനിൻ്റെ പ്രശ്നമാണ്. അതെന്താണെന്നറിയോ? അതായത് നമ്മുടെ പെർസെപ്ഷൻ റേറ്റ്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നമുക്ക് 2 രൂപത്തിലാണ് അനുഭവവേദ്യമാകുന്നത്. ഒന്ന്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ. ഇപ്പോൾ എൻ്റെ കടയിൽ മാർജിൻ ഫ്രീ മെഡിക്കൽ സ്റ്റോർ, അവിടെ വന്നൊരു ഗുളിക വാങ്ങിച്ചു ഇത് ഗുണപ്പെടും എന്നുള്ളത് നിങ്ങളുടെ അനുഭവമാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഗുളികളെല്ലാം റൈറ്റാണ്, ശരിയാണ്, അത് നിങ്ങളുടെ അനുഭവമാണ്. ആ അനുഭവം നിങ്ങൾ വേറെ ആളോട് ചിലപ്പോൾ ഷെയർ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ഒരാളോട് ഷെയർ ചെയ്യും. നിങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയെടുത്ത നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പാസ്റ്റിൽ നിങ്ങളുടെ മെമ്മറികളുടെ ഒരു സം എമൗണ്ടാണ് നിങ്ങളെന്ന് പറയുന്നത്, അല്ലേ? നിങ്ങളെന്ന് പറയുന്ന വ്യക്തി നിങ്ങളെ പെട്ടെന്ന് വിളിക്കുക, ഉദയ, ഹലോ ഉദയൻ എന്ന് വിളിച്ചാൽ
ഒരാൾ വിളി കേൾക്കണമെങ്കിൽ അയാൾക്ക് നിങ്ങളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നില്ല. ഉദയൻ എന്ന് പേര് വിളിക്കുമ്പോൾ ആ വ്യക്തി തിരിഞ്ഞ് നിൽക്കണമെങ്കിൽ അയാളുടെ ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ മൈ നെയിം ഈസ് ഉദയൻ ആൻഡ് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ടു കോൾ ആൻഡ് ഇറ്റ് ഈസ് ദ ഒഫീഷ്യൽ നെയിം ദാറ്റ് ദ പീപ്പിൾ ഹൂ ആർ ആ ആൾക്കാർ എന്നെ കറസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് എന്നുള്ളതല്ലേ. അപ്പോൾ ആ പറഞ്ഞത് പ്രകാരം നമ്മുടെ ബ്രെയിനിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ പറയുന്നത്, നമ്മളിപ്പോൾ നിങ്ങളൊരു മീൻ കടയാണ് നടത്തുന്നത്, അപ്പോൾ നിങ്ങൾ നല്ല കൊഞ്ചാണ് നിങ്ങൾ കൊടുക്കുന്നത്, വാങ്ങിച്ചിരിക്കുന്നത് ഞാൻ ഒരു പ്രാവശ്യം വാങ്ങിച്ചു, 2 പ്രാവശ്യം വാങ്ങിച്ചു എല്ലാം സൂപ്പറാണ്. 3 തരത്തിൽ നമുക്കിതിനെ ചിന്തിക്കാം. ഒന്നൊരു ലോക്കൽ ഏരിയയിൽ നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്, 2 ഒരു മോഡറേറ്റ് ഏരിയ, 3 ഒരു ഹൈവേയിൽ ചെയ്യുന്നത്. ഈ ഹൈവേയിൽ ചെയ്യുന്ന ബിസിനസ്സിൽ എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് പോയി ആഹാരം വാങ്ങിച്ചു, ഓർഡർ ചെയ്തു, അവിടെ കിട്ടുന്ന സാധനത്തിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണോ ഇല്ലയോ, അത് രണ്ടാമത്തെ കാര്യവും. നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നിങ്ങൾ കാശ് കൊടുത്തിട്ട് പോവുകയില്ല. മോഡറേറ്റ് ഏരിയയിൽ അങ്ങനെയല്ല, അവിടെ ചൂസ് ഓപ്ഷൻസ് ഉണ്ട്. ബേസിക് ഏരിയയിൽ ഓപ്ഷൻസ് ഇല്ല. വാങ്ങിച്ചു തരുന്ന എടേ വടയാ, ഇന്നലെ എപ്പോൾ ഇട്ട ഏട്ടാ ഈ വട ഇന്നലെ ഇട്ടതാ മോനെ എന്ന് പറയുക. ഇന്നലെ ഞാൻ മെനഞ്ഞാന്ന് കണ്ടായിരുന്നല്ലോ ഏട്ടാ ഈ വട ആ വടയുടെ അച്ഛന്. ഈ സാധനത്തിന് there is no choice. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതേ കാര്യങ്ങൾ നമ്മുടെ ബിസിനസ്സിലോട്ട് വരുമ്പോൾ, ഞാൻ പറഞ്ഞത് ഈ മാനുഫാക്ചറിങ്ങോ പ്രൊഡക്ഷനുമായിട്ടൊന്നും ബന്ധപ്പെട്ട കാര്യങ്ങളല്ല പറയുന്നത്. നമ്മളുടെ പൊസിഷൻ, ഇറ്റ് മീൻസ് ദ ലൊക്കേഷൻ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ലൊക്കേഷൻ, ഇതിനെപ്പറ്റി നമുക്ക് കൃത്യമായ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതിന് നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഞാൻ ഒരു തട്ടുകട തുടങ്ങുന്നുണ്ട്, തട്ടുകട എന്ന് പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ തമ്പനയിൽ ഇട്ടാലോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചത്. അത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്, കാരണം ഞാൻ പറയുന്നത് ഒരു പെയിൻറ്റ് കടയുടെ കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്, ഇല്ലെങ്കിൽ സിമെൻറ്റ് കടയുടെ കാര്യത്തെ പറ്റിയല്ല ഞാൻ പറയുന്നത്. അതല്ലാത്ത കമ്മോഡിറ്റീസ്, അത് ചെയ്യുന്ന ഏതൊരുത്തരും മനസ്സിലാക്കിയിരിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. സിമെൻറ്റ് നടത്തുന്നവനോ പെയിൻറ്റ് നടത്തുന്നവനോ ഒന്നും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ ഫിക്സഡായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന അല്ലാത്ത ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇത് അവിടെ പോയാൽ മാത്രമേ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ബിവറേജ്, പണ്ടൊക്കെ കള്ള് ഷാപ്പുകളായിരുന്നു, വലിയ തോണിനൊക്കെ നടന്ന് വയലിൽ കൂടെ ഒക്കെ ഇറങ്ങി എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണ് കള്ള് ഷാപ്പ്. ആവശ്യക്കാരൻ അവിടെ എത്തും. ഇവിടെ ആവശ്യക്കാരൻ വീട്ടിലിരുന്നാൽ എത്തുന്ന ഒരു കാലഘട്ടത്തിലിരുന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പം നിങ്ങൾ എൻ്റെ മുന്നിൽ ഇരുന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത വിസയാണ് നിങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്, നിങ്ങളുടെ വീട്ടിൽ ഈ സാധനം എത്തി. ഇതാണ് മനുഷ്യനെ ആലോചിക്കുന്നത്. കാരണം ഒരു പണിയും ചെയ്യാതെ, കാരണം അത് നിങ്ങളുടെ പ്രശ്നമല്ല, മൈൻഡിൻ്റെ പ്രശ്നമാണ്. ഒരു പണിയും ചെയ്യാതെ എന്തെങ്കിലുമൊക്കെ വരുമോ? ബ്രെഡ് ഓംലെറ്റ് ഉണ്ടാക്കി കഴിച്ച് ബ്രെഡുമായിട്ട് കഴിക്കാം, പറ്റത്തില്ല. ഈ സാധനം വരട്ടെ, 100 രൂപ കൂടെ അതേപ്പറ്റി കൊടുത്താലും വൈകിട്ട് ഈ സാധനം വരുമല്ലോ എന്നുള്ളത്. ഈ മൈൻഡ് സെറ്റിനെയാണ് നമ്മളിവിടെ ടൂളായിട്ട് ഉപയോഗിക്കേണ്ടത്. എവിടെയാണ് മിസ്റ്റേക്ക് വന്നിരിക്കുന്നത് എന്നുള്ള മിസ്റ്റേക്കിലേക്ക് മാത്രമാണ് ഞാൻ പോകുന്നത്. കാരണം ഇത് ഒരുപാട് ബ്രോഡായിട്ട് ഒരുപാട് വീടുകളിൽ ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ മിസ്റ്റേക്കുകൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നമ്മൾ കാണുന്ന വിഷ്വൽസ് എന്തോ ആയിക്കോട്ടെ, ആ വിഷ്വൽസിനെ നമ്മുടെ ബ്രെയിൻ ആക്സെപ്റ്റ് ചെയ്യുന്നത് 6 സെക്കൻഡിലാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മളൊരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഉണ്ടാകുന്നു. പക്ഷെ അതുപോലാണോ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവാണ്, ഹൈവേയിലൂടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കുമ്പോൾ വിദൂരതയിൽ ഒരു 1 കിലോമീറ്റർ ഗ്യാപ്പിൽ നമ്മൾ വണ്ടി ഓടിക്കുന്നത് വളരെ ഈസിയാണ്. ടൈം ഈസിക്കൽ ടു ഡിസ്റ്റൻസ്, സ്പീഡ്, നിങ്ങളുടെ സ്പീഡ് എത്രയാണോ അതിന് ആ ഇക്വേഷൻ, അത് ടൈം എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പം ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു സ്റ്റോർ കണ്ടു, ആ സ്റ്റോറ് ഇവിടെ ഉണ്ട്, ഓക്കെ. ആ സെക്കൻഡിൽ ബ്രെയിൻ ഒന്നും ചെയ്യത്തില്ല. ബ്രെയിനിന് ഏകദേശം 6 സെക്കൻഡ് വേണം, കാരണം അത് ലോജിക്കൽ തിങ്കിങ്ങാണ്. ഒരു പട്ടി കുറുക്കാടി 6 സെക്കൻഡ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പോസ്റ്റ്മോർട്ടം എന്താണെന്ന് ചോദിച്ചാൽ എന്നാണ് സഞ്ചാരി എന്ന് ചോദിച്ചാൽ മതി. പട്ടി കുറുക്കാടി നല്ലൊരു വണ്ടി ഇടിക്കാൻ വരുമോ, ബ്രേക്ക് ചെയ്യുക, 6 സെക്കൻഡ് കഴിഞ്ഞിട്ടല്ല. ഇത് ലോജിക്കാണ് വർക്ക് ചെയ്യുന്നത്, ലോജിക്കൽ പാർട്ട് ഓഫ് യുവർ ഹെഡ്. അതാണ് ഇവിടെ തീരുമാനിക്കുന്നത്. ഇത് എനിക്ക് വേണോ, നീ വേണോ വേണ്ടയോ, ഈ സാധനത്തിൻ്റെ ഇത് താഴോട്ടായ വേണ്ട, ഇത് താഴോട്ടായാലും വേണ്ട, ഇനി ഇതങ്ങ് മടക്കി പിടിച്ചാലും വേണ്ട, ഇത് മടക്കി പിടിച്ചാലും വേണ്ട, ഇനി ഇതൊന്നുമില്ല, ഞാനിത് കഴിക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞാലും നമ്മളെ ബാധിക്കാത്ത കാര്യങ്ങളാണിതൊക്കെ. ആണോ?
നേരം വിളക്കുമ്പോൾ ഒരു 3 മണി വരെ നിന്ന് വിശന്ന് ഓടിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം എന്ത് കിട്ടിയാലും മതി. നീഡ് ഹൈറാർക്കി തിയറിയൊക്കെ അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. എനിക്ക് ദാഹിക്കുന്നുണ്ട്. ഈ നീഡ് ഹൈറാർക്കി തിയറി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. നമ്മളൊക്കെ ഈ പഠിക്കുമ്പോൾ ഭയങ്കര ഒരു സംഭവമായിട്ട് പറയുന്നത്. അതുകൊണ്ട് മരുഭൂമി പെട്ടു. എന്താ സംഭവിക്കുന്നത്? ഒറ്റ രക്ഷയില്ല. വെള്ളം കുടിച്ചില്ലെങ്കിൽ തീരും. അപ്പോൾ ഒരു ചിരട്ടയ്ക്കകത്ത് കുറച്ച് വെള്ളം കിടക്കും. ഇതിനകത്ത് 2 വാൽമാക്രയും മറ്റേ 2 ഇതൊക്കെ ഉണ്ട്. കഥയായിട്ട് പറയുകയാണേ, അല്ലാതെ മരുഭൂമിയിൽ എവിടെയാണ് വാൽമാക്രി വരുന്നത് അതല്ല. ഇതൊരു നമ്മൾ കുടിച്ചു കുറേ കൂടെ നടന്നു മുന്നോട്ട് ചെന്നപ്പോൾ എന്താ പറ്റി? അതാ ഇരിക്കുന്നു ഒരു മിനറൽ വാട്ടർ കിടക്കുന്നു. ഇതായിരിക്കും നമ്മൾ എടുക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ കുറേ കൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു റോഡിൽ ചെന്ന് ആടി അവിടെ ഒരു പെപ്സി. ആ പെപ്സി കൊള്ളാം, അടിപൊളി, സൂപ്പർ. ഇത് കഴിഞ്ഞ് നമ്മൾ കുറേ കൂടെ മുന്നോട്ട് ചെയ്തു. അവിടെ ചെന്നപ്പോൾ അടുത്ത പരിപാടി ബാർ. ഉച്ചയ്ക്ക് നാരങ്ങാവെള്ളം കിടന്നാൽ വീശിയാലും അപ്പോൾ 2 നാരങ്ങാവെള്ളം അടിക്കുന്നതായിരിക്കും ഇത് ചൂടിന് നല്ലത്, 2 ബിയർ അടിക്കുന്നതായിരിക്കും നല്ലത്. ഇതാണ് നമ്മുടെ നീഡ് ഹൈറാർക്കി തിയറി, നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. ഈ മൈൻഡ് സെറ്റിൽ നമ്മൾ പരാജയപ്പെടുത്തേണ്ടത് ആ മൈൻഡ് സെറ്റിനെയാണ് പരാജയപ്പെടുത്തുന്നത്. എങ്ങനെ പരാജയപ്പെടുത്തണം? അവൻ്റെ തോട്ട് പ്രോസസ്സിനെ ടൈം കൊടുക്കാതെ ടൈം ആവശ്യത്തിന് മാത്രം കൊടുത്തുകൊണ്ട് നമ്മൾ ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ബോർഡ് വെക്കണം. എഹെഡ് 2 കിലോമീറ്റർ. വെഞ്ചർ അനാലിറ്റിക്സ് പാരഡൈസ് ഹോട്ടൽ എഹെഡ് 2 കിലോമീറ്റർ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലേ? കോടിക്കണക്കിന് രൂപ, ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിരിക്കുന്ന ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പ് ഹെഡ്. ഈയിടെ സുഹൃത്തെ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ഈ പെട്രോൾ പമ്പ് ഹെഡ് ആയാലും ഇല്ലല്ലോ ആവശ്യക്കാരനല്ലേ, അവൻ അവിടെ പോയി വാങ്ങിച്ചോളൂ. ദാറ്റ്സ് എ മൈൻഡ് റിലാക്സേഷൻ ടെക്നിക്ക്. നിങ്ങളുടെ മൈൻഡിൽ ഈ സാധനത്തിനെ കയറ്റി വെക്കുക. എൻ്റെ ബോർഡ് കണ്ടു, എൻ്റെ പെട്രോൾ ടാങ്കിൽ ഇനി 10 ലിറ്റർ പെട്രോളേ ഉള്ളൂ, എനിക്ക് പോകേണ്ടത് 540 കിലോമീറ്റർ പോകണം, ഈ സാധനം ഫില്ല് ചെയ്യണം എന്ന് പറഞ്ഞ് ആ തോട്ട് നിങ്ങളുടെ തല കയറ്റി വെക്കുക. ഇത്രയും വലിയ മൊണപ്പൊളിക് ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ ചെയ്യുന്ന ഇതാണ്. അപ്പോഴാണോ സുഹൃത്തെ നിങ്ങളൊരു ചെറിയ ഹോട്ടലിൽ തുടങ്ങിയിട്ട് ഞാനിതൊന്നും ചെയ്യുന്നില്ല, ഒരു ചെറിയ കൊച്ചു ബോർഡും വെച്ച് ഇതാ തുറന്ന് വെച്ചിട്ടുണ്ട്, ഇന്ന് ഊണ് റെഡി. എന്തുകൊണ്ട് റെഡി? ഈ ഊണ് റെഡിയാണെങ്കിൽ നിങ്ങൾ ഊണ് റെഡിയാണ് അവരെ മൈൻഡ് സെറ്റാണ് ആക്കേണ്ടത്. ഇനി ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ഈ പറഞ്ഞിട്ടുണ്ട് 1 കിലോമീറ്റർ 2 കിലോമീറ്റർ മുന്നോ അല്ലെ 500 മീറ്ററിന് മുന്നോ നിങ്ങൾക്ക് ഈ ബോർഡ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ചെയ്യണ്ട. പക്ഷെ ദ ലൊക്കേഷൻ ദാറ്റ് യു ഹാവ് ചൂസ്, നിങ്ങൾ എടുക്കുന്ന ലൊക്കേഷൻ എടുക്കുന്നതെന്ന് പറയുന്നത് കാശ് കൊടുത്ത് നോക്കുന്ന ലൊക്കേഷനാണ്. അത് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ വരുമ്പോൾ ഒരു കറവിലാണെങ്കിൽ അവൻ 6 സെക്കൻഡ് കൊണ്ട് നിങ്ങളെ കട നോക്കാനല്ല അവൻ വരുന്നേ, അവൻ അവൻ്റെ വഴിക്ക് പോവാണ്. അപ്പോൾ ആ 6 സെക്കൻഡ് അവൻ്റെ ബ്രെയിനിൽ നിൽക്കാൻ പറ്റുന്ന ഒരു ലൊക്കേഷനിലാണെങ്കിൽ നിങ്ങൾ ബിസിനസ് വിജയിക്കും. ഇത് ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ചുറ്റുപാട്, നിങ്ങളുടെ ഏറിയ, നിങ്ങളുടെ ടെറിട്ടറി, നിങ്ങളുടെ ഇലാക്കായിൽ നിങ്ങൾ പോയി നോക്കിയിട്ട് പറ ഞാൻ പറഞ്ഞത് കറക്റ്റാണോ അല്ലയോ. പിന്നെ ഫേമസ് ആയ ഹോട്ടലിനെ പറ്റി ഞാൻ പറയുന്നില്ല, മസ്കറ്റ് ഹോട്ടൽ അത് വേറൊരു ലെവലാണ്, താജ് അത് വേറൊരു ലെവലാണ്. ഞാൻ പറയാം, നമ്മളൊരു കാര്യം, നമ്മളീ ഇല്ലായ്മക്കാരന്മാരെല്ലാം കൂടെ ചേർന്ന് എല്ലാം കൂടെ കുറേ പൈസ ഒപ്പിച്ച് ഇങ്ങനെയൊക്കെ ഒരു സംവിധാനമൊക്കെ ഉണ്ടാക്കി വരുമ്പോൾ അടിസ്ഥാനപരമായി നമുക്കിതറിയാൻ വയ്യായെങ്കിൽ നമ്മൾ പെട്ടുപോകും. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ ശരിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ നിങ്ങൾ ശരിയാണെന്ന് താഴോട്ടുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് ഒന്ന് കണ്ണോടിക്കും, നിങ്ങളുടെ ടൗണിൽ എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കാര്യങ്ങൾ. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫീച്ചർ ഞാൻ പറയാം. മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫീച്ചർ, ഇതുമായിട്ട് ബന്ധമുള്ളൊരു സബ്ജക്റ്റ് അല്ലത് എങ്കിലും ഞാൻ പറയും. നമ്മൾ ഷോപ്പ് തുടങ്ങി. എനിക്കൊരു ഷോപ്പുണ്ട്, ഞാനിപ്പോൾ നടത്തുന്നത് കുന്നിക്കോടും പത്തനാപുരത്തിനും ഇടയ്ക്കുള്ള ഒരു മെഡിക്കൽ ഷോപ്പാണ്. മാർജിൻ ഫ്രീ എന്ന് പറഞ്ഞാൽ കിട്ടുന്ന വിലയ്ക്ക് മരുന്നുകൾ കൊടുക്കുന്നൊരു ഷോപ്പാണ്. ഇതിനോട് ചേർന്ന് അസോസിയേറ്റ് ചെയ്തൊരു അക്ഷയ സെൻ്റർ ഉണ്ട്. ഇവിടെ ഒരു കുറച്ച് ദിവസം 100 പേര് വരും. ഇവിടെ വണ്ടി ഇങ്ങനെ നിരത്തിയിട്ടിരിക്കുക. അപ്പോൾ ഒരാൾ വന്നിട്ട് വണ്ടി അവിടെ കൊണ്ട് നിർത്തിയിട്ട് അയ്യോ വണ്ടി ഇടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവനിത് വേറെ കിട്ടും, ആ വണ്ടി എടുത്തോണം. നിങ്ങൾ ഇനഫ് സ്പേസ് അവന് കൊടുക്കണം. നിങ്ങൾ അവന് കൊടുക്കാൻ പറ്റുന്ന ആഡ് ഓൺസ്, നിങ്ങൾ കൊടുക്കാൻ പറ്റുന്ന ആഡ് ഓൺസ്, ഞാൻ കൊടുക്കുന്ന ആഡ് ഓൺസ് ഉണ്ട്. ബാത്റൂം, ഫ്രീ ഫെസിലിറ്റീസ്, ഇതൊക്കെ നിങ്ങളൊന്ന് കൊടുത്തു നോക്കി.
റെസ്റ്റ് ഏറിയ, ഫീഡിങ് ഏറിയ, ഇതൊക്കെ നിങ്ങളൊന്ന് കൊടുത്തു നോക്കി. നിങ്ങൾക്ക് വലിയ ചിലവൊന്നും ഉണ്ടാകുന്ന കാര്യമില്ല. ഒരു മനുഷ്യൻ വന്നൊരു 15 മിനിറ്റ് അവിടെ ഇരുന്നു റെസ്റ്റ് എടുത്തിട്ട് പോകുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളിതാ ഒരു 2000 രൂപയുടെ ബില്ല് നിങ്ങൾക്ക് തന്നിട്ടാണ് പോകുന്നത് അല്ലേ? വേണ്ട 1000 രൂപയുടെ ബില്ല്, വേണ്ട 1000 ഇല്ല, അവൻ ആ ഒരു 300 രൂപയുടെ ബില്ല് തന്നിട്ടാണ് പോകുന്നത്. 2 ബിരിയാണി അയച്ചിട്ട് പോകുക. അവൻ്റെ 10 മിനിറ്റ് അവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്തിട്ട് 1 മണിക്കൂർ AC വരയ്ക്കുന്നതിന് എത്ര കണ്ടാവും? അവൻ്റെ സ്പേസ് ഉണ്ടാവും. ഇതൊക്കെ ഉണ്ടാവണമെങ്കിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇതൊക്കെ നിങ്ങൾ പിന്നെ അവിടെ വന്ന് കൂട്ടിക്കെട്ടുന്ന കാര്യങ്ങളാണ്. ഇതോട്ട് കയറി കഴിയുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ ഇത്രയും നേരമായിട്ട് ഈ വായരച്ചുകൊണ്ടിരിക്കുന്നത്. കയറി കഴിയുമ്പോൾ ഞാൻ അത് കൊടുത്തു, ഇത് കൊടുത്തു, മറ്റേ കൊടുത്തു, മറിച്ച് കൊടുത്തു, അവിടെ വന്ന് ബാത്റൂമിൽ പോകാം, അതല്ലെന്നുണ്ടെങ്കിൽ പിള്ളേർക്ക് ചെയ്യാം, ഇഞ്ചക്ഷൻ എടുക്കാം, ഫ്രീ ആയിട്ട് ഇത് ചെയ്യുന്നു, അവരുടെ ഷുഗർ ചെക്ക് ചെയ്യുന്നു, പ്രഷർ ചെക്ക് ചെയ്യുന്നു. ഇതൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. BMI എല്ലാ സംഭവം ഫ്രീ ആയിട്ട്. ഇവ ഇങ്ങോട്ട് കയറണ്ടേന്നേ ആദ്യം. അതിനെന്താ ചെയ്യണ്ടേ? അവന് ഇൻറ്റിമേഷൻ കിട്ടണം ബിഫോർ 6 സെക്കൻഡ്സ്. ആ 6 സെക്കൻഡിൽ ആണ് നിങ്ങളുടെ ബിസിനസ് ഇരിക്കുന്നത്. ആ 6 സെക്കൻഡുകൾ നിങ്ങൾക്ക് അവനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതുവരെ സക്സസ്. ഇനി നിങ്ങൾ എത്ര മെട്രോപൊളിറ്റൻ സിറ്റിയിലാണെങ്കിലും എനിക്ക് 6 സെക്കൻഡ് പറ്റിയില്ലെന്നുണ്ടെങ്കിൽ ദാറ്റ് ഇസ് എ ഗെയിം ഓഫ് ലക്ക്, അല്ലെങ്കിൽ ഇറ്റ്സ് എ നെസസിറ്റി ഗെയിം. സോ ഇതൊക്കെ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതാണ്. നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നെങ്കിൽ ശരിയാണെന്ന് അറിയാം, അതല്ലെങ്കിൽ താഴെ വന്നിട്ട് തെറ്റാണെന്ന് പൊങ്കാലിരുന്നത്. താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോ കാണാം.